रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। ഒന്ന് ശക്തിയായി വീശു വീശു. അമ്മേ, സഹിക്കാൻ കഴിയുന്നില്ലേ വേദന? സഹിച്ചേ പറ്റൂ തമ്പുരാട്ടി. പ്രകൃതി പെണ്ണിന് മാത്രം നൽകിയ വരദാനമാണ് വേദന. അതിന് മറുമരുന്നില്ലാത്തത് കൊണ്ട് ഈ സുഖമുള്ള വേദന അനുഭവിച്ചു തന്നെ തീരണം. മാതൃത്വത്തിന്റെ നൊമ്പരം അത് പുരുഷന് കിട്ടാത്ത ഭാഗ്യാണ് തമ്പുരാട്ടി. ഈ വേദന ഭാഗ്യ തമ്പുരാട്ടി. ഈ വേദന കുറച്ചുകൂടി തമ്പുരാട്ടി സഹിച്ചേ മതിയാവൂ. എനിക്ക് ആകെ ഭയമാകുന്നു. എന്തിനാണ് തമ്പുരാട്ടി ഭയക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. പത്മിനി, തിരുമനസിനെ കാണാൻ തമ്പുരാട്ടി ആഗ്രഹിക്കുന്നു എന്നറിയിക്കൂ. ഫൽഗുനൻ ചേട്ടാ, ഫൽഗുനൻ ചേട്ടാ. തമ്പുരാട്ടിക്ക് പ്രസവവേദന കലശലായി. തമ്പുരാട്ടി മഹാരാജാവിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. വേഗം കൂട്ടിക്കൊണ്ടുവരൂ. ഞാൻ മഹാരാജാവിനെ കണ്ട് വിവരം അറിയിക്കട്ടെ. നമുക്കിനി എന്നാണോ എന്തോ. അയ്യോ, തിരുമനസേ, തമ്പുരാട്ടിക്ക് വേദന കലശലാണ്. അങ്ങേ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. കുമാരൻ ഫൽഗുനനെ ഒത്ത് കളിച്ചോളൂ. നാം മാതാവിനെ ഒന്ന് കണ്ടുവരാം. ഫൽഗുന, കുമാരനെ നോക്കിക്കോ. കൽപ്പന പോലെ. ഇവിടെ ഇരിക്കാൻ കൊള്ളില്ല. താഴെ ഇരുന്നാലേ ഫൽഗുനെ കളി വരും. നന്നായി വീശിക്കോളൂ. കുമാരന് പകടകളിയൊക്കെ അറിയൂ? അതിനത് ചതുരംഗമല്ലേ? അങ്ങനെയാക്കിയോ? ചതുരംഗം അറിയൂ? കുറച്ചൊക്കെ അറിയാം. കുറച്ചറിഞ്ഞാ പോരാ, നന്നായി അറിയണം. ഫൽഗുണം പഠിപ്പിച്ചു തരാം. ആയിക്കോട്ടെ. കുമാരൻ ആദ്യം കളിക്കുന്നു അതോ ഫൽഗുണൻ തുടങ്ങണോ? ഫൽഗുണം തുടങ്ങിക്കോ. ഫൽഗുണൻ തുടങ്ങിയാൽ കുമാരൻ തോൽക്കും, തീർച്ച. സാരമില്ല. ഇതിലേതാ ഫൽഗുണൻ നീക്കേണ്ടത്? അതുപോലും അറിയില്ലേ? കുമാരൻ അറിയാവോ എന്ന് ഞാൻ പരീക്ഷിച്ചതാ. പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. കുതിരയെ ഞാൻ നീക്കി. അത് കുതിരയല്ല. ഇത് കുതിരയാണല്ലോ. അത് തേരാ. അപ്പൊ കുതിര എവിടെ പോയി? കുതിര മേയാൻ പോയി. എവിടെ? ഈ ഫൽഗുണൻ ഒന്നും അറിയില്ല. കഷ്ടം. നിക്ക് കുമാരൻ, ഞാനും വരുന്നു. ഞാൻ പോകുന്ന വഴി എല്ലാം പഠിപ്പിച്ചു. സഹിക്ക തമ്പുരാട്ടി. ഇപ്പോൾ എങ്ങനെയുണ്ട് റാണി? ആശ്വാസമുണ്ട്.
എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തോ ഇതുവരെ കാണാത്തൊരു ചൈതന്യം റാണിയുടെ മുഖത്ത് നാം ദർശിക്കുന്നു. നമുക്കൊരു പൊന്നോമിനെ കൂടി പിറക്കാൻ പോകുന്നതിന്റെ സന്തോഷം കൊണ്ട് അങ്ങേക്ക് തോന്നുന്നതാവും. ഏറെ കഠിനമായ വേദന അനുഭവിക്കുന്നു നമ്മുടെ റാണി, അല്ലേ? ഉണ്ട്. പക്ഷേ ആ വേദനയ്ക്കൊരു സുഖമുണ്ട് രാജൻ. ഒരു സ്ത്രീ അമ്മയാകാൻ പോകുന്ന നിമിഷങ്ങളിലെ ആത്മനിർവൃതിയുടെ സുഖം. അതെ, നാമും സന്തോഷവാനാണ്. ഒരച്ഛന്റെ ആത്മനിർവൃതി. കുമാര, നമുക്കൊന്നുകൂടി കളിച്ചാലോ? വേണ്ട, ഞാൻ കളിക്കുന്നില്ല. തോൽക്കുമെന്ന് പേടിച്ചിട്ടാണോ കളിക്കാത്തത്? തോൽവിയെ പേടിയാണെന്ന് തോന്നുന്നു. എന്താ കുമാര? പിതാശ്രീ, ഈ ഫൽഗുണന് ചതുരംഗത്തിൽ ഒട്ടും പ്രാവീണ്യമില്ല. ആനയും മരജനെയും ചലിപ്പിക്കേണ്ടത് ഏത് വിധമെന്ന് പോലും ഈ ഫൽഗുണൻ അറിയില്ല. നമ്മുടെ ഉണ്ണി ഇനി ഫൽഗുനനുമൊത്ത് കളിക്കണ്ട കേട്ടോ. ഞാൻ തോറ്റു കൊടുത്തതാ. അമ്മ എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്? എഴുന്നേൽക്കൂ. എഴുന്നേറ്റ് നമ്മോടും പിതാവിനോടും ഒപ്പം ഇരിക്കൂ. എഴുന്നേൽക്കൂ. വേണ്ട ഉണ്ണി, മാതാവ് കിടന്നുകൊള്ളട്ടെ. നല്ല സുഖമില്ലാതെ കിടക്കുകയാണ്. എന്റെ അമ്മയ്ക്ക് എന്തു പറ്റി? പറയൂ അമ്മേ. പിതാശ്രീ പറയൂ, എന്റെ അമ്മയ്ക്ക് എന്താണ് ദീനം? മോനെ, എന്റെ മണികണ്ഠന് ഒരു കുഞ്ഞനുജനെയോ അനുജത്തെയോ നൽകാനുള്ള അസുഖമാ. എനിക്കോ? എവിടുന്ന അമ്മ എനിക്ക് അനുജനെയോ അനുജത്തിയോ തരുക? ദേ ഇവിടെ ഉണ്ട്. എന്റെ കുഞ്ഞാവ, എന്റെ ചക്കര വാവ. ഉമ്മ. കുഞ്ഞാവേ, നിന്നെ കാണാൻ എനിക്ക് കൊതിയാകുന്നു. വേഗം വാ അമ്മേ. കുഞ്ഞാവേ, എനിക്ക് വേഗം താ. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് എന്തു പറ്റി പിതാശ്രീ? ഒന്നുമില്ല കുമാര, ഒന്നുമില്ല അമ്മയ്ക്ക്. മോൻ മോന്റെ അറയിലേക്ക് പൊയ്ക്കോളൂ. അമ്മേ. ഫൽഗുന, കുമാരനെ കൊണ്ടുപോയിക്കോളൂ. ശരി അമ്മേ. ഫൽഗുന, ഇവിടുത്തെ ബഹളങ്ങളൊന്നും കുമാരന്റെ ശ്രദ്ധയിൽപ്പെടാതെ നോക്കണം. കൽപ്പന പോലെ. കുമാര, കുമാര വരൂ. വരൂ കുമാര. മഹാരാജൻ, റാണിക്ക് വേദന കലശലാകുന്നു. വൈദ്യരെയും വയറ്റാട്ടിയും വിളിക്കാൻ കൽപ്പന ഉണ്ടാകണം. തിരുമനസേ, തമ്പുരാട്ടിക്ക് എങ്ങനെയുണ്ട്? വേദന കലശലായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വൈദ്യരെയും വയറ്റാട്ടിയെയും കൂട്ടിക്കൊണ്ടുവരാൻ ആളെ ഏർപ്പാടാക്കണം. ഞാൻ തന്നെ പോകാൻ തിരുമനസേ. നല്ലത്. എങ്കിൽ അമാന്തം വേണ്ട, വേഗമായിക്കോട്ടെ. കൽപ്പന പോലെ. വേഗം വരിക. വരൂ. വന്ദനം മഹാരാജൻ. വന്ദനം. വേദന അല്പം കലശലാണ്. വേഗം നോക്കിയാട്ടെ. വേഗം.
ഒഴിഞ്ഞു നിൽക്കണം. നാഡീസ്പന്ദനവും ശ്വാസതാളവും ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. മഹാറാണിക്ക് ഞാൻ തന്ന കഷായവസ്തി സ്ഥിരമായി കൊടുക്കാറുണ്ടല്ലോ അല്ലേ? തൈലവസ്തിയും മുറ തെറ്റാതെ ചെയ്തിരുന്നില്ലേ? ചെയ്തിരുന്നു. ആ, കുറുന്തോട്ട് വേരിട്ട് തിളപ്പിച്ച പാൽക്കഷായം മുറയ്ക്ക് കൊടുത്തിരുന്നു. നന്നായി. വൈദ്യരെ, ലക്ഷണങ്ങൾ പറയുന്നത് മഹാറാണിക്ക് തിരുവയറൊഴിയാൻ നേരമായി എന്നാണ്. പുറത്തു പോയി നിന്നോളൂ. ആവശ്യമെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഒന്നും ഭയപ്പെടണ്ട, എല്ലാം ഇപ്പൊ കഴിയും. വൈദ്യരെ, എന്തായി? വിഷമിക്കാൻ മാത്രം ഒന്നുമില്ല തിരുമനസ്. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഒരു സൽസന്തതിയെ പന്തളം ദേശത്തിന് ലഭിക്കാൻ ഭഗവാനിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. എന്റെ കൈലാസനാഥ, ഭഗവാനെ അനുഗ്രഹിക്കണേ. ആൺകുഞ്ഞ, ലക്ഷണമൊത്ത ഉത്തമ കുമാരൻ. മന്ത്രി, പ്രഭോ, നാം പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പുണ്യഫലമായിരിക്കും ഈ കുമാരൻ, അല്ലേ? അതേ മഹാരാജൻ. പുത്രഭാഗ്യം പുണ്യശാലികൾക്ക് മാത്രമേ ലഭിക്കൂ എന്നാണ് പുരാണവാക്യം. ഹായ് കുഞ്ഞാവ, എന്റെ കുഞ്ഞാവ, ഞാൻ കാണട്ടെ. ദാ കുമാരന്റെ അനുജൻ. എന്റെ അനുജൻ. ഉമ്മ. ജോത്സ്യരെ, കുമാരന്റെ നാമകരണ കർമ്മം ഇടവം 10 നടത്തിയാലോ? അന്ന് നാളത്ര നല്ലതല്ല നമ്പുരാനെ. പൂരാടമാണ്. തന്നെയുമല്ല, ചൊവ്വയും ശനിയും നാമകരണത്തിന് വർജ്യദിനങ്ങളുമാണ്. മാത്രമല്ല, കുമാരന്റെ ഗ്രഹനില പ്രകാരം
അഷ്ടമത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ ചൊവ്വയോ ലഗ്നത്തിൽ ചന്ദ്രനോ നിൽക്കുന്നത് അത്ര നന്നല്ല. ഇടവം രാശിയിൽ രോഹിണിനാൾ വരുന്ന വ്യാഴദിനത്തിൽ കുമാരന് നാമകരണത്തിനും നൂലുകെട്ടിനും ഉത്തമമാണ്. ആയിക്കോട്ടെ ജ്യോത്സ്യരെ, സന്തോഷം. മറ്റെന്തെങ്കിലും ഗണിക്കാനുണ്ടോ തമ്പുരാനെ? തൽക്കാലമില്ല. ഓ, രോഹിണിക്കിന് 7 നാൾ. ഇന്ന് പൂരിട്ടാതി, ഉത്തരട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി. 7-ാം നാൾ കുമാരന് പേരിടൽ കർമ്മം. ആ മന്ത്രി, നമ്മുടെ ഉണ്ണിയുടെ നാമകരണം പന്തള ദേശത്തിന് തന്നെ ഒരു ഉത്സവമാകണം. ഉത്സവം. ഈ ശുഭവാർത്ത ദേശവാസികളെ മുഴുവൻ അറിയിക്കാൻ ഏർപ്പാടാക്കുക. അങ്ങയുടെ ഉത്തരവ് പോലെ. കുമാര, തമ്പുരാനെ എന്റെ കവടി, എന്റെ കവടി. ജോത്സ്യരെ വിഷമിക്കണ്ട, കുമാരൻ കവടിയല്ലേ കൊണ്ടുപോയുള്ളൂ. രാശിപ്പലക ഇപ്പോഴും ഉണ്ടല്ലോ. ഭാഗ്യവാൻ. ഒന്നിനെ എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ അടുത്തത്. ഈ കുരുപ്പുകളൊക്കെ വളർന്നു വന്നാൽ നമ്മുടെ തല പോകും എന്നുള്ള കാര്യം ഉറപ്പാ. കുരുപ്പോ? ഫൽഗുന, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കുമാരൻ എന്ന് പറയണം. ആരെങ്കിലും കേട്ടാ തല കാണില്ല. ഓർത്തോ? ഓർത്തോളാവേ. ഈ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുന്നത് ആരെങ്കിലും കേട്ടാൽ കുഴപ്പമില്ല. എന്റെ വിളിയാണ് പ്രശ്നം അല്ലേ? ശരി. ഈ കുമാരകുരുപ്പുകളെ ഇല്ലാതാക്കാൻ കൊച്ചമ്മ തന്നെ ഒരു വഴി പറഞ്ഞു തരുവോ? അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. അതറിയാല്ലേ. രാജരക്തത്തിൽ ഒരു കുഞ്ഞു പിറന്ന സ്ഥിതിക്ക് മണികണ്ഠകുമാരന്റെ കഥ കഴിക്കാൻ എളുപ്പമാണ്. പക്ഷേ തമ്പുരാനും തമ്പുരാട്ടിക്കും മണികണ്ഠകുമാരനെന്ന് പറഞ്ഞാൽ ജീവനാ. അതിന് മാറ്റം വന്നുകൂടായികയില്ലല്ലോ. എല്ലാ കാലവും മനുഷ്യർ ഒരുപോലെ ആയിരിക്കില്ല. കാഴ്ചപ്പാടിലും സ്വഭാവത്തിലും വ്യത്യാസം വരും. അവസരം നോക്കി കാത്തിരിക്കുക. നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അപ്പൊ ഉടനെ ഒന്നും നടക്കില്ലെന്നർത്ഥം. ഫൽഗുന, എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെയൊക്കെ ജീവൻ തന്നെയായിരിക്കും. തക്കം പാർത്തിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി. അതാണ് യുദ്ധതന്ത്രം. കേൾക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ച് ദൈവം കൽപ്പിക്കുന്നില്ല എന്ന് കരുതരുത്. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. മത്തമാതംഗഗമനം
കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പ്രദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരചന്ദ്ര